ബിജെപിയുടെ സംസ്ഥാന നേതാക്കന്മാർ, ബിജെപിയുടെ ജില്ലാ നേതാക്കന്മാർ, ബിജെപിയുടെ വിവിധ മണ്ഡലങ്ങളിലെ പ്രദേശങ്ങളിലെ അവരുടെ കേഡർമാർ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇവിടെയുള്ള ഇലക്ഷനെ, തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയിട്ടുള്ള നിരവധി കാര്യങ്ങളാണ്. സഖാവ് കെ പി രാജ സൂചിപ്പിച്ച പോലെ തൃശൂർ പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കൊടുത്ത ഇലക്ഷൻ കേസിന് വേണ്ട ഗ്രൗണ്ട് ആയിരിക്കേണ്ട ഘടകങ്ങളെ പറ്റി ഇലക്ഷൻ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഘടകങ്ങൾ ഉൾപ്പെടുന്നതല്ല ഈ വിഷയം എന്നുള്ളത് കൊണ്ടാണ് ഇലക്ഷൻ കേസിൽ ഞങ്ങളത് ഉൾപ്പെടുത്താതിരുന്നിട്ടുള്ളത്. ഇലക്ഷൻ കേസിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന നിരവധിയായിട്ടുള്ള മാനിപ്പുലേഷൻസ്, വയലേഷൻസ്, ആ വയലേഷൻസിന് പുറമെയാണ് ഈ ഫ്രോഡായിട്ടുള്ള ഫൈനൽ ഇലക്ട്രോൾ ഉണ്ടാക്കിയെടുക്കുന്ന സന്ദർഭം ഉണ്ടായതും അങ്ങനെ ഒരു ഫൈനൽ ഇലക്ട്രോൾ ഉണ്ടാക്കിയതിന്റെ പിന്നിൽ നിന്ന് അതിനെല്ലാ തരത്തിലും സഹായിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പൊ അതുകൊണ്ട് ഫ്രോഡായിട്ടുള്ള വിറ്റിയേറ്റഡ് ബൈ ഫ്രോഡ് ഫൈനൽ ഇലക്ട്രോൾ വിച്ച് ഈസ് വിറ്റിയേറ്റഡ് ബൈ ഫ്രോഡ് എന്ന നിലയിലേക്ക് ഇത് പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഫ്രോഡ് വിഷിയേറ്റ്സ് എവറിത്തിങ് എന്ന് പറയുന്ന അടിസ്ഥാന നിയമസംഹിത പ്രകാരം ഈ ഫൈനൽ ഇലക്ട്രോൾ നിലനിൽക്കുന്നതല്ല എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യം, കൃത്രിമമായും നീതിരഹിതമായും നിർമ്മിച്ച ഒരു ഇലക്ട്രോളിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. അത് അതീവ ഗുരുതരമായ ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സുപ്രീം കോടതിയുടെ സൂപ്പർവിഷനിൽ ഒരു എൻക്വയറി നടത്തിയാൽ മാത്രമേ ഇക്കാര്യം വെളിവാക്കപ്പെടുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ നിരവധി വിവരങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഓരോ കാര്യങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഞങ്ങൾ പത്രക്കാരെ അറിയിക്കുന്നതായിരിക്കും. 45,000-ഓളം വോട്ടുകളുടെ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ കൊടുത്തിരിക്കുന്ന പരാതിയിൽ അതെല്ലാം വ്യക്തമാക്കി ഇലക്ഷൻ കമ്മീഷന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വോട്ടർമാരെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം ഇന്നലെ ഞാൻ കൊടുത്തിട്ടുള്ള പരാതിയിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമുള്ള, അതായത് ഓരോ ഘട്ടങ്ങളിലും ഇലക്ഷൻ കമ്മീഷൻ തന്നെ 8-ാം തീയതി പുറത്തിറക്കിയിരിക്കുന്ന ഒരു വാർത്താ സമ്മേളനത്തിന് കുറിപ്പിൽ അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ അതിനെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്ന, അതിന് മാത്രമല്ല ഇലക്ഷൻ കമ്മീഷന്റെ വോട്ട് ചേർക്കുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രൊസീഡിങ്സ് നടത്തിയിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ ഒരു വോട്ട് ചേർക്കുമ്പോൾ അതിന്റെ ബൂത്ത് ലെവൽ ഓഫീസർ പുതിയതായി ചേർക്കാൻ പോകുന്ന വോട്ടുകൾ പ്രത്യേകിച്ച് അത് അവരുടെ ഓഫീസിൽ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യുകയോ അതുമായി ബന്ധപ്പെട്ടൊരു പ്രൊസീജിയറും അവർ പാലിച്ചിട്ടില്ല എന്ന കാര്യം ഇന്നലെ കൊടുത്തിട്ടുള്ള പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ഒരു ഫ്രോഡ് വിറ്റിയേറ്റഡ് വോട്ടർ പട്ടിക എന്ന് പറയാൻ കാരണം ഇതാണ്, വിറ്റിയേറ്റഡ് ബൈ ഫ്രോഡ്. മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയോട് സൂചിപ്പിക്കുകയുണ്ടായി, 23(b) പ്രകാരമാണ് ഞങ്ങൾക്ക് നോട്ടീസ് തന്നിരിക്കുന്നത്. അതായത് ഒരു ഓത്ത് കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു ഓത്ത് കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ആയുധം, അല്ലെങ്കിൽ ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരു ആയുധം പോലെയുള്ള ഒരു ഓത്ത്, നിങ്ങൾ കൊടുക്കുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കും. ഇത് പറയേണ്ടത് ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഘട്ടത്തിൽ മാത്രം പ്രയോഗിക്കണം. അതായത് ഒരു ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അത് സംബന്ധിച്ച് അടിസ്ഥാനരഹിതമായ പരാതികൾ നൽകി തെരഞ്ഞെടുപ്പിനെ അട്ടിമറി ചെയ്യാതിരിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു ക്ലോസ്, ആ വാളെടുത്ത് യഥാർത്ഥ പ്രശ്നങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആളുകൾക്ക് മുമ്പാകെ ഇലക്ഷൻ കമ്മീഷൻ വീശുന്നത് തെറ്റാണെന്നുള്ളതുകൊണ്ടാണ് അതിനെ ശക്തമായി നിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നലെ അതിനെതിരായിട്ടുള്ള ഒരു മറുപടി ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിരിക്കുന്ന മറുപടി ഞങ്ങൾ ഇനിയും തെളിവ് നൽകാൻ തയ്യാറാണ്. താങ്കൾ ആവശ്യപ്പെട്ടാൽ വിശദമായി തെളിവ് കൊടുക്കുമെന്ന കാര്യം അദ്ദേഹത്തോട് സൂചിപ്പിക്കേണ്ടായിരുന്നു.